കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. വളരെ പ്രതീക്ഷയോടെയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയെ ഇടതുപക്ഷം നോക്കിക്കണ്ടത്. എന്നാൽ കെ ശൈലജ പരാജയപ്പെട്ടത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷവും വടകരയിലെ പോരും മുറുകിക്കൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപിറങ്ങിയ കാഫിർ വിവാദം ഇപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവാദമായ കാഫിർ സന്ദേശ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് പാർട്ടി അനുകൂല സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകൾ വഴിയാണെന്ന പോലീസ് വെളിപ്പെടുത്തലോടെ CPM വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ്. പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് ആയുധമാക്കി ബുധനാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിൽ MPയും മുസ്ലിം ലീഗുമെല്ലാം CPMനെതിരെ രംഗത്തെത്തി. തിങ്കളാഴ്ച വടകര പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സന്ദേശം പ്രചരിച്ച വഴി കൃത്യമായി വിശദീകരിക്കുന്നത്. അന്വേഷണം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് വടകരയിലെ DYFI നേതാവായ റിബേഷിലാണ്. റെഡ് എൻകൗണ്ടർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ 25 ഉച്ചയ്ക്ക് 2:13 ഈ സന്ദേശം ഷെയർ ചെയ്തത് ഇയാളാണെന്നാണ് പോലീസ് റിപ്പോർട്ട്. എവിടെ നിന്ന് ഈ സന്ദേശം ലഭിച്ചു എന്ന് ഇയാൾ വെളിപ്പെടുത്തിയിട്ടില്ല. പോലീസ് ഇയാളുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് ജില്ലാ ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താനാകൂ. തിരുവള്ളൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകനും MSF നേതാവുമായ PK മുഹമ്മദ് കാസിം വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ വിവാദ സന്ദേശം അയച്ചെന്നായിരുന്നു CPM ആരോപണം. എന്നാൽ തന്റെ പേരിൽ വ്യാജമായി സൃഷ്ടിച്ചതാണ് ഈ സന്ദേശമെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചതോടെ കേസ് മാറിമറിഞ്ഞു. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന CPM അനുകൂല ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം ഈ സന്ദേശം വന്നതെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പരാതി. ഈ പേജിന്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ ഏപ്രിൽ 25 ഉച്ചയ്ക്ക് 2:34 റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ സന്ദേശം ലഭിച്ചതെന്ന് മൊഴി നൽകി. അമൽറാം എന്നയാളാണ് ഈ ഗ്രൂപ്പിൽ സന്ദേശമിട്ടത്. റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ഈ സന്ദേശം ലഭിച്ചതെന്ന് അമൽറാം സമ്മതിച്ചു. റിബേഷ് എന്നയാളാണ് 2:13 റെഡ് കൗണ്ടറിൽ ഇത് പോസ്റ്റ് ചെയ്തതെന്നും അമലിന്റെ മൊഴിയുണ്ട്. തുടർന്നാണ് റിബേഷിന്റെ മൊഴിയെടുത്തത്. പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിൽ ഈ സന്ദേശം പോസ്റ്റ് ചെയ്തത് ഏപ്രിൽ 25 രാത്രി 8:23 അന്ന് വൈകിട്ട് മുതൽ വാട്സ്ആപ്പ് വഴി ഒട്ടേറെ പേരിൽ നിന്നും ഈ സന്ദേശം തനിക്ക് ലഭിച്ചതായി അഡ്മിൻ വഹാബ് മൊഴി നൽകി. പക്ഷേ ആരിൽ നിന്നാണ് ഇത് ലഭിച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. കേസിലെ 20 മുതൽ 33 വരെയുള്ള സാക്ഷികളാണ് സന്ദേശം പ്രചരിപ്പിച്ച 4 പേരും. ഇവരാരും പ്രതികളല്ല. അതേസമയം വിവാദ പോസ്റ്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും അത് നീക്കം ചെയ്യാത്തതിനാൽ ഫേസ്ബുക്കിനെ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്ത പേജിന്റെ അഡ്മിനെതിരെ കേസുമില്ല. വടകരയിൽ കാഫിർ പോസ്റ്റ് പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട് പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണെന്ന് ഷാഫി പറമ്പിൽ MP മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കോടതി ചെവിക്ക് പിടിച്ചതിനാലാണ് ഇത്രയെങ്കിലും പുറത്തു വന്നത്. ഇത് ആരുടെയെങ്കിലും ഒരാളുടെ ബുദ്ധിയിൽ തെളിഞ്ഞതാണെന്ന് തോന്നുന്നില്ല. പുറത്തുവന്ന പേരുകളിൽ പലതും CPMകാരുടേതാണ്. പാർട്ടിക്ക് പങ്കുള്ളതിനാലാണ് അന്വേഷണം വൈകുന്നതെന്നും സ്ക്രീൻഷോട്ട് വ്യാജമെന്ന് നേരത്തെ ബോധ്യമുണ്ടായിരുന്നെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പ്രവർത്തകർ തന്നെ ഇത്തരം നടപടികളെ എതിർക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. കാഫിർ സ്ക്രീൻഷോട്ട് ആര് നിർമ്മിച്ചതായാലും ഇടതുപക്ഷത്തിനെതിരാണെന്നും കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. യഥാർത്ഥ ഇടതുപക്ഷക്കാർ ഇത് ചെയ്യില്ല. കാഫിർ സ്ക്രീൻഷോട്ട് KK ലതിക ഷെയർ ചെയ്തത് ശരിയായില്ല. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതല്ലേ എന്നായിരുന്നു ലതികയുടെ മറുപടിയെന്നും ശൈലജ പറഞ്ഞു. കാഫിർ പോസ്റ്റുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ട് തന്റെ കയ്യിലില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പോസ്റ്റ് ഇട്ടത് CPM ബന്ധമുള്ളവരാണെന്ന് പോലീസ് കണ്ടെത്തിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ മറുപടി. സൈബർ സംഘങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് എല്ലാം പോലീസ് പരിശോധിച്ചു വരട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു.